ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന മത്സര സഹോദരങ്ങൾ, വാഹനങ്ങൾ ഓടിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, യാത്രകളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ളവർ, എല്ലാ നല്ലവരാകുന്ന നാട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും സിയോൺ സംഘം കൊണ്ടുപോകുന്ന ക്രിസ്മസ് സന്ദേശ യാത്രയുടെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നമുക്കറിയാം, ലോകത്തിന്റെ 5 വൻകരകളിലും ക്രിസ്മസിന്റെ ആഘോഷത്തിന് ജാതി, മത, വർണ്ണ, വർഗ അതെല്ലാം മറന്നുകൊണ്ട് മനുഷ്യരാകുന്ന മനുഷ്യരൊക്കെയും ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ഒത്തിരി തത്രപ്പാട് കൂട്ടുന്ന ഒരു പ്രത്യേക നിമിഷത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. അതിനു മധ്യേ എന്താണ് ക്രിസ്മസ്, എന്തല്ല ക്രിസ്മസ് എന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളോടൊപ്പം സംവാദിപ്പാൻ ഞാൻ ചില മിനിറ്റുകൾ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ എന്റെ എളിയ പ്രമേയത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. നമുക്കറിയാം, എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്മസിനെ വരവേൽക്കുവാൻ വേണ്ടി തോരണങ്ങൾ കെട്ടിയും അലങ്കാര ലൈറ്റുകൾ തൂക്കിയും ക്രിസ്മസ് സ്റ്റാറുകൾ തൂക്കിയും ഒക്കെ നാടും വീടുമെല്ലാം അണിയിച്ചൊരുക്കുകയാണ്. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവിന്റെ ജന്മദിനത്തോടുള്ള ബന്ധത്തിലാണല്ലോ നാം എല്ലാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ക്രിസ്മസ് എന്ത് എന്ന് പലർക്കും അറിഞ്ഞുകൂടാതെ പോകുന്ന ഒരു പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഒന്ന് തുറന്നു കാണിപ്പാനാണ് ഈ സമയം ആഗ്രഹിക്കുന്നത്. യേശുദേവൻ ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്നതിന് മുമ്പായി യേശുദേവന്റെ ആ ജനനത്തോടുള്ള ബന്ധത്തിൽ വിദ്വാൻമാരെ വഴി കാണിക്കുവാൻ വേണ്ടി നക്ഷത്രങ്ങൾ അവരെ വഴി കാണിച്ചു. അതുപോലെ തന്നെ നാം ഇപ്പോഴത്തെ നക്ഷത്രം കെട്ടാറുണ്ട്. നമ്മുടെ ദേശമാവുന്ന ദേശത്തെല്ലാം നക്ഷത്രങ്ങൾ നമ്മൾ കെട്ടാറുണ്ട്. എങ്കിലും ഏറ്റവും ആദ്യം നക്ഷത്രം നവംബർ മാസത്തിലെ കെട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അത് വേറെയുള്ളവുമല്ല, മദ്യഷോപ്പുകളാണ്. വിദ്വാൻമാരെ കണ്ട നക്ഷത്രം അവരെ യേശുവിലേക്ക് നയിച്ചു. എന്നാൽ ഈ നക്ഷത്രം നമ്മെ കൊണ്ടുപോകുന്നത് മദ്യഷോപ്പുകളിലേക്കാണ്. ഈ നക്ഷത്രം മദ്യഷോപ്പുകളിലേക്ക് നമ്മെ നയിക്കുമ്പോൾ മദ്യഷോപ്പിലേക്ക് പോകുന്ന സഹോദരന്മാര് പറയാറുണ്ട്, വിദ്വാൻമാർ യേശു കർത്താവിനെ കണ്ടപ്പോൾ കുന്നുമൂറ് കുന്തിരിക്കം കാഴ്ചവെച്ച യേശുവിനെ വണങ്ങിയതുപോലെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ കഴുത്തിലും കയ്യിലും ഒക്കെ കിടക്കുന്ന പൊന്ന് ഒക്കെ അവര് എടുത്ത് ഈ മദ്യത്തിന് അടിയറ പറഞ്ഞ് വീട് നരകതുല്യമാകുന്ന ഒരു ക്രിസ്മസ് അല്ലേ, വീട്ടിനകത്ത് അനാവശ്യ ശബ്ദമുയരുന്ന ക്രിസ്മസ് അല്ലേ, മദ്യത്തിന്റെ ഇരുട്ട് കാർന്ന് നമ്മുടെ സമാധാനത്തെ തിന്ന് നമ്മുടെ മക്കളുടെ ജീവിതത്തെയും ഭാവിയെ നശിപ്പിച്ച് നമ്മുടെ ഭാര്യയുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഒരു ഇരുട്ടിന്റെ ക്രിസ്മസ് ആണോ, അതോ നമ്മുടെ ഉള്ളിലേക്ക് ആ ക്രിസ്തുവാകുന്ന സത്യവെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് ആനയിച്ച് വെളിച്ചത്തിന്റെ ക്രിസ്മസ് ആണോ? വത്സല സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് ഒന്ന് ആഴമായി വിലയിരുത്തൂ. ഞാൻ അല്പമായി അത് വിശദീകരിക്കാനാണ്. നമുക്കറിയാം, ആദിമ മനുഷ്യനായ ആദം ഹവ്വ ദമ്പതികളെ കർത്താവ് അല്ലെങ്കിൽ യഹോവയായ ദൈവം അവരെ സൃഷ്ടിച്ച മനോഹരമാകുന്ന ഏദൻ തോട്ടത്തിൽ അവരെ ആക്കിവെച്ചു. ആ മനോഹരമാകുന്ന ഏദൻ തോട്ടത്തിൽ ആക്കിവെച്ച ആദം ഹവ്വ ദമ്പതികളുടെ അവർ വളരെ സന്തോഷത്തോടെ, വളരെ ഉല്ലാസത്തോടെ, വളരെ ആനന്ദത്തോടുകൂടെ അവിടെ ജീവിച്ചു പോകെ അവിടെ മൂന്നാമനായി ഒരു വ്യക്തി കയറി വന്നു. അത് രൂപം മാറി, ഭാവം മാറി, ഇരഞ്ഞു കയറി ഒരു സർപ്പം കടന്നു വരികയാണ്. പിശാച് പാപ്പിന്റെ രൂപത്തിൽ കയറി അവരെ ദൈവത്തിൽ നിന്ന് തെറ്റിച്ചു. പല സഹോദരങ്ങളും പല
അമ്മച്ചിമാരും അപ്പന്മാരും ഒക്കെ പറയാറുണ്ട്, ജീവിതമാകുന്ന കഷ്ടത കയറി വരുമ്പോ പറയും, ആ അമ്മച്ചി ഫലം തിന്നതാണ് നമ്മൾ ഈ പാടുപെടേണ്ട കാര്യം. അവർ പറയാറുണ്ട്, അമ്മച്ചി ഫലം തിന്നതാണ് ഈ കുടുംബം. ബസ്സിലെ സഹോദരങ്ങളെ, അമ്മച്ചി ഫലം തിന്നതല്ല വിഷയം. നോക്കൂ, അമ്മച്ചി ആദ്യം ദൈവത്തിന്റെ വാക്ക് സംശയിച്ചു, പിശാചിന്റെ വാക്ക് വിശ്വസിച്ചു. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു, പിശാചിന്റെ വാക്ക് കേട്ടു. ദൈവത്തിൽ നിന്ന് അകന്നു, പിശാചിനോട് അടുത്തു. ഇതാണ് ഏതേനിൽ നടന്നത്. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യൻ പാപത്തിന് അധീനനായി, അങ്ങനെ തോട്ടത്തിൽ നിന്ന് പുറത്തായി മരണത്തിന് അടിമപ്പെട്ടു. അങ്ങനെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വിദൂരത്തിലായി. അതാണ് ഏതേനിൽ സംഭവിച്ചത്. ആ അന്യപ്പെട്ട പോയ മനുഷ്യൻ ദൈവത്തോട് അടുത്തു വരുവാൻ